നടൻ സിദ്ദിഖ് പ്രതിയായ ലൈംഗിക അതിക്രമ കേസിൽ തിരുവനന്തപുരം മാസ്കറ്റ് ഹോട്ടലിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി. പരാതിക്കാരിയായ നടിയുമായി ആയിരുന്നു തെളിവെടുപ്പ്. പീഡനം നടന്ന മുറി നടി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കാണിച്ചുകൊടുത്തു. 101D എന്ന റൂമിലായിരുന്നു 2016 ജനുവരിയിൽ സിദ്ദിഖ് താമസിച്ചതെന്ന് കണ്ടെത്തി. റിനു ശ്രീധർ നൽകും വിശദാംശങ്ങൾ. റിനു, ഈ തെളിവെടുപ്പിൽ എന്തൊക്കെ നിർണായക വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്? അന്വേഷണത്തിന് സാധൂകരിക്കുന്നതായിട്ടുള്ള തെളിവുകൾ ഉൾപ്പെടെ നടന്നിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ആദ്യഘട്ടത്തിൽ സിദ്ദീഖിനെതിരായുള്ള പരാതിയിൽ മസ്കറ്റ് ഹോട്ടലിൽ പരിശോധന നടത്തിയിരുന്നു. അന്ന് സിദ്ദീഖ് അവിടെ താമസിച്ചു എന്നതിനടക്കമുള്ള തെളിവുകൾ, രജിസ്റ്റർ ഉൾപ്പെടെയുള്ളവ പോലീസ് കണ്ടെത്തുകയും തെളിവ് ശേഖരിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഇന്നലെ ഈ നടിയുമായി ഈ മസ്കറ്റ് ഹോട്ടലിൽ എത്തി തെളിവെടുപ്പ് നടത്തിയത് അന്വേഷണ സംഘം. ഈ തെളിവെടുപ്പിൽ കൃത്യമായി തന്നെ ഏത് റൂമിൽ വെച്ചായിരുന്നു ഈ പീഡനം നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ യുവനടി അന്വേഷണ സംഘത്തിന് വിവരിച്ചു. ആദ്യഘട്ടത്തിൽ തന്നെ ഈ റൂമിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇവിടെ എത്താതെ തന്നെ, അതായത് അന്വേഷണ സംഘത്തിനൊപ്പം എത്താതെ തന്നെ നടി വിവരിച്ചു നൽകിയിരുന്നു. ഈ റൂമിൽ നിന്നാൽ സ്വിമ്മിംഗ് പൂൾ അടക്കം കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതടക്കം അന്വേഷണ സംഘത്തോട് വിവരിച്ചിരുന്നു. കൃത്യമായി തന്നെ ആ റൂമിലെത്തിയാണ് ഈ വിവരം അന്വേഷണ സംഘത്തിനെ ധരിപ്പിച്ചത്. 101D എന്ന് പറയുന്ന 1-ാം നമ്പർ നിലയിലെ റൂമാണ് നടി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കാണിച്ചു കൊടുത്തത്. ഒപ്പം അവിടെ നടന്ന സംഭവ വികാസങ്ങൾ ഓരോന്നായി വിവരിച്ച് നൽകുകയും ചെയ്തു എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നു. ഈ യുവതിക്കൊപ്പം, ഈ യുവനടിക്കൊപ്പം സുഹൃത്തുമുണ്ടായിരുന്നു. അന്ന് ഈ വിവരങ്ങളെല്ലാം തന്നെ പങ്കുവച്ചിരുന്ന സുഹൃത്തുമുണ്ടായിരുന്നു. ആ സുഹൃത്തിൻ്റെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തി എന്നുള്ള ഒരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും സിദ്ദീഖിനെതിരായിട്ടുള്ള പരാതിയിൽ നിർണായകമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ച്, സാഹചര്യ തെളിവുകൾ മാത്രമാണ് നിലവിൽ പോലീസിൻ്റെ മുന്നിലുള്ളത്. ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുന്നതിന് കഴിയുന്നില്ല അന്വേഷണ ഉദ്യോഗസ്ഥർക്ക്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്വേഷണം പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. കൂടുതൽ മൊഴികൾ കൂടി ശേഖരിച്ച് ഈ സിദ്ദീഖിനെതിരായിട്ടുള്ള പരാതിയിലാണ് കുറച്ചെങ്കിലും തെളിവുകൾ ശേഖരിക്കുവാൻ വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥർക്കായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തെളിവുകൾ കൂടുതൽ ശേഖരിച്ചുകൊണ്ട് അന്വേഷണത്തെ ബലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുക്കുകയാണ് അന്വേഷണ സംഘം. തുടർന്നായിരിക്കും ഉടൻ തന്നെ സിദ്ദീഖിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതടക്കമുള്ള നടപടികളിലേക്കും കടക്കുക. ശരി, റിനു ശ്രീധരാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.